അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാട്ടുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്നിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരികൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ അരികു ഭാഗം ആവശ്യമില്ല, നല്ല വൈറ്റ് കളറുള്ള ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് പിന്നെ ഒരു ബൗളിലേക്ക് നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് കൊടുക്കുക, പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ തൈരും എടുത്തിട്ടുണ്ട്, രാവിലെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ദോശമാവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രെഡൊക്കെ ഇതേപോലെ ഒന്ന് പിച്ചിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ അധികം പുളിയില്ലാത്ത തൈര് 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് പുളിപ്പുള്ള തൈരും വേണ്ട, എന്നാലിട്ട് പറ്റണ്ട് പുളി കുറഞ്ഞ് പോകാനും പാടില്ല. എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. തൈര് എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എന്ന് എത്തണ മാതിരി നമ്മൾ കൈയേറ്റ് ഇങ്ങനെ കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് സ്പൂണായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൈയേറ്റിനെ കുഴച്ചെടുക്കുക. പിന്നെ ഇതാ ഞാനൊരു 1/2 കപ്പ് ദോശമാവ്, നമ്മൾ ഇഡ്ഡലി ദോശമാവില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് അതും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടോ. ഇനി നിങ്ങളെ കയ്യിൽ ദോശമാവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 കപ്പ് ദോശമാവ് എടുത്താൽ മതി. അതല്ല തൈര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 കപ്പ് തൈര് എടുത്താൽ മതി കേട്ടോ. ഇത് പിന്നെ കുഴച്ചിട്ട് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈരിൻ്റെ അളവോ ദോശമാവിൻ്റെ അളവോ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനൊരു 1/2 കപ്പിലും കുറച്ച് കൂടുതൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത റവ ഒന്നുമല്ല, വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 തണ്ട് മല്ലിൻ്റെ ഇലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബേക്കിംഗ് സോഡ എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, കൊടുക്കാതിരിക്കരുത്. ഇത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഒരു ഉഴുന്നുവടൻ്റെ ഒരു ടെക്സ്ചറില്ല, അതേമാതിരിയാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം നമ്മൾ ഉരുട്ടാൻ പാകത്തിനുള്ള മാവ് കണക്കിന് ഇത് നല്ലോണം കുഴച്ചെടുക്കുക. ഇതിൽ പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്കിത് കട്ടിയായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തൈരോ ദോശമാവോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അതെല്ലാം ലൂസായിട്ടാണ് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരു 2 സ്ലൈസ് ബ്രെഡോ അരിപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. റവ ഓവറായിട്ട് ഇടണ്ട, റവ 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ലോണം കുഴച്ചിട്ട് എടുക്കുക. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ പരിപാടിയൊന്നുമില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നുവടൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടണത്. അതേ ഒരു ടെക്സ്ചറിലുമാണ് ഈ വട കിട്ടണത്. അപ്പോൾ നമ്മളിത് ഒരാളോട് പറയാതെ ഒരിക്കലും ഇത് ഇന്ന സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽ പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സാധാ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ, നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇത് ഓയിൽ കയ്യിലാക്കിയിട്ട് ഉരുട്ടിയെടുത്താലും കുഴപ്പമില്ല, പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയായാലും നമുക്ക് ഉരുണ്ട് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതാ ഞാൻ ഇതേമാതിരി ചെറിയ ബോളാക്കിയിട്ട് അത് നമ്മളെ വട നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കട്ടെ. ഷേപ്പാക്കുക വെച്ചാൽ ഉഴുന്ന വടൻ്റെ ഷേപ്പ് തന്നെ, വലിപ്പം കൂട്ടുക കുറയ്ക്കുക ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊന്തി വരും. റെസ്റ്റ് ചെയ്യാനും വെക്കണ്ട. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ബ്രെഡും ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു തുള്ളി എണ്ണ പോലും കുടിക്കൂല കേട്ടോ. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ബ്രെഡല്ലേ ഒരുപാട് എണ്ണ കുടിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒട്ടും കുടിക്കില്ല. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ അത്ര തന്നെ നമ്മളിത് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പാത്രത്തിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേമാതിരി നല്ല ഒരു കളറായി വരുമ്പോൾ, നമുക്ക് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റട്ടോ. അത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടൽ. ഞാനിത് തേങ്ങാ ചട്നീൻ്റെ കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്.
സാമ്പാറോ തേങ്ങാ ചട്നിയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനൽ ഇഷ്ടമാവുകയാണ്, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണാം, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരതും കൂടി പറയണം കേട്ടോ. എന്തൊക്കെ റെസിപ്പീസാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് എല്ലാതും ഇതേപോലെ തന്നെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, ഒരുപാട് ടൈമൊന്നും നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമാണ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ലൊരു തേങ്ങാ ചട്നിയും കൂടി ഇതിൻ്റെ കൂട്ടത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചട്നി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണോ അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കിട്ടൽ കേട്ടോ. അത് പുറത്ത് നല്ല ക്രിസ്പിയാണ്, നല്ല കിറ് പറയുന്നത്. പൊട്ടിച്ച് നോക്കുമ്പോൾ അതേമാതിരി കണ്ടില്ല, നല്ല ഫ്ലഫി ആയിട്ട് ഉഴുന്നുവട എങ്ങനെയാണോ അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയണം കേട്ടോ. കമൻറ്റ് ഇടാൻ എന്തായാലും എൻ്റെ കൂട്ടുകാർ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോ ലൈക്കാണ് നമുക്ക് ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്താൻ സഹായിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്വന്തം നൂറ തിരൂർ.